ശരൽകുമാർ, പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണത്തെ ഈസിയായി പ്രതിരോധിക്കാവുന്നൊരു വിഷയത്തിൽ ചേർന്ന യോഗം മറച്ചുവെച്ച് മന്ത്രി എം ബി രാജേഷ്, മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവർ മദ്യനയത്തെ, കോഴയാരോപണത്തെ കൂടുതൽ ദുരൂഹമാക്കി നുണ പറഞ്ഞത് എന്തിനാകും ശരൽകുമാർ? ഹാഷ്മി പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഹാഷ്മി പറഞ്ഞു ടൂറിസം ഡയറക്ടർ നടത്തിയ യോഗത്തിൻ്റെ ഏക അജണ്ട മദ്യനയവുമാണ് എന്നാണ് അങ്ങയുടെ ആരോപണം. അങ്ങനെയാണെങ്കിൽ ഈ ഹൗസ് ബോട്ടർ ഓണേഴ്സ് അസോസിയേഷൻ എന്തിനാണ് വിളിച്ചത്? ആ യോഗത്തിൽ നമ്മുടെ വീടുകളിൽ ഹോം സ്റ്റേ നടത്തുന്നവരുടെ സംഘടനാ പ്രതിനിധികളെ എന്തിനാണ് വിളിച്ചത്? ടൂറിസം ഡയറക്ടർ നടത്തുന്ന യോഗം ബാർ ഉടമകളെ മാത്രമാണ് വിളിച്ചതെങ്കിൽ നിങ്ങൾ പറയുന്നത് ഏക അജണ്ട അതാണ്. നിങ്ങളിപ്പോ പച്ചക്കള്ളം പറഞ്ഞില്ലേ? ഇല്ല, പറഞ്ഞില്ല. പച്ചക്കള്ളം പറഞ്ഞില്ല. പച്ചക്കള്ളം പറഞ്ഞില്ല. ശരൽകുമാർ സർ, മാഡം, I am forwarding here with the link of the Zoom meeting scheduled on 21/2024, 2:30 PM, presided by the Director Department of Tourism. The subject is the excise policy renewal and suggestion to Kerala tourism. താങ്കൾ പച്ചക്കള്ളം പറയുകയാണ് അനിൽകുമാർ. അനിൽകുമാർ, മന്ത്രി മുഹമ്മദ് റിയാസിനും എം ബി രാജേഷിനും പിന്നാലെ താങ്കളും വന്നിരുന്ന് പച്ചക്കള്ളം പറയുകയാണ്. താങ്കൾ പച്ചക്കള്ളം പറയുകയാണ്. അതെ, അപ്പം നിങ്ങൾ ഒന്നാമത്തെ പച്ചക്കള്ളം പറഞ്ഞത് ഏക അജണ്ട എന്നാണ്. ഞാൻ പറയുന്ന കാര്യം, ആ യോഗത്തിൽ 25 സംഘടനകൾ പങ്കെടുത്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ 25 സംഘടനകളുടെ ലിസ്റ്റ് ഞാൻ വായിക്കട്ടെ? അല്ല, ഈ സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞിട്ട് ലിസ്റ്റ് വായിക്കും. ഹാഷ്മി പറഞ്ഞാൽ ഞാൻ വായിച്ചേക്കാം. സാർ, ഈ സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞിട്ട് ഒന്ന് ലിസ്റ്റ് വായിക്കാം. ദ സബ്ജക്ട് ഈസ് ദ എക്സൈസ് പോളിസി റിന്യൂവൽ ആൻഡ് സജഷൻസ് ടു കേരള ടൂറിസം. വളരെ ഭംഗിയായി വ്യക്തമായി പറയുന്നു ആ യോഗം ചേരുന്നത് എന്തിനാണ്. എക്സൈസ് പോളിസി റിന്യൂവലിനും സർക്കാരിന് ശുപാർശ നൽകാൻ വേണ്ടിയാണെന്ന് വളരെ ഭംഗിയായി പറയുന്നു. താങ്കൾ പറയുന്നു ഞാൻ പച്ചക്കള്ളം പറഞ്ഞു. താങ്കൾ ആ സബ്ജക്റ്റിനെ പറ്റി ഒന്ന് പറയൂ. സാർ, എക്സൈസ് വകുപ്പ് തീരുമാനിക്കേണ്ട നയം എന്തിനാണ് ടൂറിസം വകുപ്പ് കൈകടത്തുന്നത്? എന്തിനാണ് ടൂറിസം വകുപ്പ് അതിൽ യോഗം വിളിക്കുന്നത്? ഞാൻ പറയട്ടെ സാർ, നിങ്ങൾ പിടയ്ക്കാതെ സാറേ, നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കല്ലേ. നിങ്ങൾ ഇതിനെ പിടയ്ക്കുന്നേ? നിങ്ങൾ ഇതിനെ പിടയ്ക്കാതെ അങ്ങോട്ട് കേൾക്ക്. താങ്കൾ പിടയ്ക്കാതെ പറ. കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി പ്രസിഡന്റ് ആൻഡ് സെക്രട്ടറിയെ വിളിച്ചിട്ടുണ്ടോ? നിങ്ങൾ പിടയ്ക്കരുത്, നിങ്ങൾ പിടയ്ക്കണ്ട, നിങ്ങൾ മര്യാദക്കിരിക്കുക. കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി പ്രസിഡന്റ് സെക്രട്ടറി യോഗത്തിൽ വിളിച്ചിട്ടുണ്ടോ? 2, ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷനെ വിളിച്ചിട്ടുണ്ടോ? ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷനും ഈ അബ്കാരി നയമായിട്ട് എന്താ ബന്ധം? 3, ഹൗസ് ബോട്ട് അസോസിയേഷൻ വിളിച്ചിട്ടുണ്ടോ? 4, ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ. 5, സൗത്ത് കേരള ഹോട്ടൽ ഫെഡറേഷൻ. 6, അസോസിയേഷൻ ഓഫ് അപ്രൂവ്ഡ് ആൻഡ് ക്ലാസിഫൈഡ് ഹോട്ടൽസ് ഓഫ് കേരള. കേരള ടൂറിസം ഡെവലപ്മെന്റ് അസോസിയേഷൻ. ഇങ്ങനെ 25 സംഘടനകളുടെ പട്ടിക ഞാൻ അങ്ങോട്ട് തരാം. പട്ടിക തന്നാൽ ഇവരെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടിയിട്ട് നയം തീരുമാനിക്കുന്ന പറഞ്ഞത്. സാർ, പട്ടിക തന്നാൽ എന്താകുമെന്നാണ് താങ്കൾ എന്താണ് മറുപടി ശ്രമിക്കുന്നത്? നിങ്ങൾ ഇടയ്ക്ക് കിടന്ന് പിടയ്ക്കരുത്, ഞാൻ പറയുന്നത് കേൾക്കൂ. സാർ, താങ്കൾ ഈ പട്ടിക എന്ന് പറയുന്നുള്ളൂ. പട്ടിക തന്നാൽ മറുപടി പറയുമ്പോഴല്ലേ മനസ്സിലാവും. അല്ല, പട്ടിക തന്നാൽ ഈ സബ്ജക്റ്റിൽ വളരെ അക്ഷരം തെറ്റാതെ ഇത് എക്സൈസ് പോളിസി റിന്യൂവലിന് വേണ്ടി വിളിച്ച യോഗമാണ് എന്ന സബ്ജക്റ്റിൽ പറയുന്നത്, താങ്കളുടെ പറയുന്ന പട്ടികയിൽ മറുപടി എന്തുണ്ടാവാനാണ്? യെസ്, അങ്ങോട്ട് കേൾക്കട്ടെ. അത് സാമാന്യ ബുദ്ധി വീട്ടിൽ വെച്ചാലേ ഇങ്ങനെ തോന്നുള്ളൂ. താങ്കൾ വീട്ടിലിരിക്കുകയാണോ സാമാന്യ ബുദ്ധിയോട് മനസ്സിലാവാത്ത ചോദ്യം? പറഞ്ഞു പൂർത്തിയാക്കുമോ? ആ യോഗത്തിനകത്ത് അത് തന്നെയാണ് നിങ്ങളുടെ ബുദ്ധി. അത് തന്നെയാണ് മന്ത്രി എം ബി രാജേഷിന്റെ, എക്സൈസ് മന്ത്രിയുടെ, ടൂറിസം മന്ത്രിയുടെ, പാർട്ടി സെക്രട്ടറിയുടെ, അങ്ങനെയൊക്കെ പ്രശ്നം അതാണ്. ഈ എല്ലാവരും ബുദ്ധി വീട്ടിൽ വെച്ചല്ലോ സാർ ഇരിക്കുന്നത്. ഇതെല്ലാവരും നിങ്ങൾ ഈ വിഷയത്തിൽ യോഗം വിളിക്കുകയും ആ യോഗത്തിൽ മദ്യനയം ചർച്ച ചെയ്യുകയും അങ്ങനെ ഒരു യോഗം പോലും ഉണ്ടായിട്ടില്ലെന്ന് പറയുമ്പോൾ എല്ലാവരും ബുദ്ധി വീട്ടിൽ വെച്ചിട്ടല്ലോ ഇരിക്കുന്നത് സാർ, ആണോ? നിങ്ങൾ അതിനൊക്കെ വലിയ കള്ളം പറഞ്ഞു. ഇപ്പൊ രണ്ടാമത്തെ കള്ള പറയുന്നത്. രണ്ടാമത്തെ കള്ളം എന്താണ്? ഇങ്ങനൊരു യോഗം മറച്ചു വെച്ചു. നിങ്ങൾക്ക് ഈ സാമാന്യ ബുദ്ധിയുള്ളൊരു മലയാളിയല്ലേ നിങ്ങൾ? ഇങ്ങനൊരു യോഗം ആർക്കെങ്കിലും മറച്ചു വെക്കാൻ പറ്റുമോ? ഒരു ഓൺലൈൻ യോഗത്തിന് ലിങ്ക് കൊടുത്തിട്ട് 25 സംഘടനകൾക്ക് നോട്ടീസ് കൊടുത്തിട്ട് അവരെല്ലാം കൂടെ വന്ന് ടൂറിസം മേഖലയെക്കുറിച്ച് ചർച്ച ചെയ്ത യോഗം ആർക്കെങ്കിലും മറച്ചു വെക്കാൻ പറ്റുമോ? സാർ, മന്ത്രി പറയണ്ടേ? കേരളത്തിൽ ഏതെങ്കിലും മന്ത്രി പറഞ്ഞോ? മന്ത്രി പറഞ്ഞു, സെക്രട്ടറി പറഞ്ഞു. ഞാൻ പറയട്ടെ ഹാഷ്മി ചർച്ചയാണ് ഞാൻ പറയുന്നത്, ഇന്ന് കേൾക്കണം. പറയൂ. എന്നാ മന്ത്രിയുടെ ബൈറ്റ് കേൾപ്പിക്കും. ഇങ്ങനെ യോഗം നടന്നില്ല എന്ന് മന്ത്രി പറഞ്ഞ ബൈറ്റ് കേൾപ്പിക്കും. പ്രാഥമികമായി ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നാ പറഞ്ഞത്. ഇങ്ങനെ യോഗം പ്രാഥമികമായി പോലും ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നാ പറഞ്ഞത്. ആദ്യം കേൾപ്പിച്ചായിരുന്നു. അത് നിങ്ങളുടെ വ്യാഖ്യാനം. പ്രാഥമികമായി പോലും ഒരു യോഗം നടന്നിട്ട് ഇവിടെ എക്സൈസ് പോളിസിയെ പറ്റി ചർച്ച ചെയ്യാൻ ടൂറിസം വകുപ്പ് വിളിച്ച് യോഗം കഴിഞ്ഞിട്ട് മന്ത്രി പറയുകയാണ് ഒരു ചർച്ചയും നടന്നിട്ടില്ല. എന്തിനാണ് സാർ ഈ കള്ളക്കളി? മന്ത്രിക്ക് പറയാലോ പ്രാഥമികമായി ചില ചർച്ചകൾ നടന്നു, അതിന്റെ മുന്നോട്ടുള്ള പോക്കായിട്ടില്ല, മന്ത്രിതല ചർച്ചകൾ നടന്നിട്ടില്ല, അതിന്റെ ഓൺ ഗോയിങ്ങിലാണ് എന്ന് മന്ത്രിക്ക് പറയാലോ. ഇത് മറച്ചു വെക്കുമ്പോഴല്ലേ
ആ സംശയങ്ങൾ ഉയരുന്നത് അനിൽകുമാർ? ശരി ശരി ശരി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അങ്ങ് ഇടപെടരുത്. ഇടപെട്ടാൽ നമുക്ക് ഈ പരിപാടി നടക്കത്തില്ല. കാരണം നിങ്ങളുടെ രോഗം വേറെയാണ്. ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം പറഞ്ഞിട്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് മറുപടിക്ക് പറയാം. ഒന്നാമത്തത്, ഇങ്ങനെ ഏതെങ്കിലും ഒരു യോഗം നടന്നാൽ ഉടനെ സർക്കാരിൻ്റെ നയം അവിടെയാണ് തീരുമാനിക്കുന്നതെന്ന് ചിന്തിക്കുന്നവരോടാണ് ഞങ്ങൾക്ക് ആദ്യം പറയാനുള്ളത്. ഞങ്ങളുടെ അഭിമാനം എന്താണ്? ഞങ്ങളുടെ അഭിമാനം ആദ്യം തന്നെ പറയാം. ഇവിടെ കേരളത്തിനകത്ത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഏതെങ്കിലും തരത്തിൽ അബ്കാരി മേഖലയിൽ തെറ്റായൊരു കാര്യത്തിന് സർക്കാർ ഏതെങ്കിലും തരത്തിൽ വഴിവെച്ചു കൊടുത്തു എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ആ ചോദ്യത്തിന് ഞങ്ങളുടെ മറുപടി എന്താണ്? ഒന്നാമത്തെ മറുപടി എന്താണ്? കേരളത്തിലെ ബാർ ഹോട്ടൽ ഉടമകളോട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നികുതി പിരിക്കുന്നതിൽ ഉമ്മൻചാണ്ടി സർക്കാരിനേക്കാൾ ആർജവത്തോടെ നിലപാട് സ്വീകരിച്ചു എന്നാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ഉത്തരം. അതുകൊണ്ട് ആ ഉത്തരം കേൾക്കുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ 5 കൊല്ലം 1 ലക്ഷം ബാർ ഫീസ് വർദ്ധിപ്പിച്ചെടുത്ത് ഞങ്ങൾ എത്രയാണ് വർദ്ധിപ്പിച്ചത്? 23-ൽ നിന്നും 35 ലക്ഷമായി വർദ്ധിപ്പിച്ചു. 12 ലക്ഷം രൂപ ഒരു വർഷം ഒരു ബാർ ഹോട്ടലിൽ നിന്ന് ബാർ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിച്ചത് അഴിമതി നടത്താനാണോ? സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്കൊരു ബാർ ഹോട്ടലിന് ലൈസൻസ് കിട്ടണമെങ്കിൽ ഓൺലൈനിൽ അപേക്ഷ കൊടുത്താൽ മതി, ഒരു ഉദ്യോഗസ്ഥനെ നേരിൽ പോയി കാണേണ്ടതില്ല എന്ന സംവിധാനം ഉണ്ടാക്കിയത് കേരളത്തിൽ ബാർ ഹോട്ടലുകളിൽ ഇങ്ങനെ പിരിവ് നടത്താനാണോ, ബാർ ലൈസൻസ് അനുവദിക്കുമ്പോൾ അഴിമതി നടത്താനാണോ എന്ന് സാമാന്യ ബുദ്ധിയുള്ള മലയാളിക്ക് മനസ്സിലാവും. മൂന്നാമത്തെ കാര്യം, ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ബാർ ഹോട്ടലിൽ വന്ന ക്രമക്കേടുകളിൽ നടപടിയെടുക്കുമ്പോൾ സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു പുതിയ വകുപ്പ് ഉൾപ്പെടുത്തിയോ ഇല്ലയോ എന്നാണ് എൻ്റെ ചോദ്യം. അതനുസരിച്ച് 60 ഹോട്ടലുകളിൽ ഈ സർക്കാർ നടപടിയെടുത്തു. ആ നടപടിയെടുത്ത ഹോട്ടലുകളിൽ ഒന്നെന്ന് പറയുന്നത് ഈ സംഘടനയുടെ പ്രസിഡന്റിൻ്റെ ഹോട്ടലാണ്. മൂന്നാമത്തെ കാര്യം ഞങ്ങൾ അങ്ങോട്ട് പറയുകയാണ്, ഈ നിലയിൽ ആർജവത്തോടുകൂടി കേരളത്തിനകത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നു എക്സൈസ് വകുപ്പ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? UDF സർക്കാരിൻ്റെ കാലത്ത് ബാർ ഹോട്ടലുകൾ അടഞ്ഞു കിടന്നു. LDF ആ ബാർ ഹോട്ടലുകൾ നിയമാനുസരണം തുറന്നു. നിയമാനുസരണം ബാർ ഹോട്ടലുകൾ കൂട്ടത്തോടെയാണ് തുറന്നത്. കൂട്ടത്തോടെ തുറന്നപ്പോൾ 1 വെള്ളി രൂപ ഏതെങ്കിലും ഒരു ബാർ ഹോട്ടലുകാർക്ക് തങ്ങളുടെ ലൈസൻസ് പുതുക്കി കിട്ടാൻ മുടക്കേണ്ടി വന്നുവെന്ന ആക്ഷേപം കേരളത്തിൽ ഉണ്ടായില്ല. ഇതിനോടൊന്നും വിയോജിപ്പില്ല. നിരവധി എണ്ണം കൂട്ടമായി തുറക്കുകയാണ്. താങ്കൾ എന്ത് സമന്വയത്തിന്റെ ഭാഷ, എന്ത് മര്യാദക്കാണ് താങ്കൾ അക്കാര്യങ്ങൾ പറയുന്നത്? സർ, ഞാൻ കാതലായ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് എന്താണ് സാമാന്യ മര്യാദ ഇല്ലാത്തയാൾ, ബുദ്ധി വീട്ടിൽ വെച്ചിട്ട് വന്നയാൾ, രോഗം വേറെയാണ്, ഒരൊറ്റ സിമ്പിൾ ചോദ്യമാണ്. സർ മാഡം, ഐ ആം ഫോർവേഡിംഗ് ഹിയർ വിത്ത് ദ ലിങ്ക് ഓഫ് ദ സൂം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം ദ സബ്ജക്ട് ഈസ് എക്സൈസ് പോളിസി റിന്യൂവൽ എന്ന് പച്ചയ്ക്ക് എഴുതി വെച്ച് വിളിച്ച യോഗം എന്തിനാണ് മന്ത്രി മറച്ചു വെച്ചത് എന്ന് ചോദിച്ചാൽ താങ്കൾ എനിക്ക് ബുദ്ധിയില്ലാത്ത ആളാക്കും, സാമാന്യ മര്യാദ ഇല്ലാത്ത ആളാക്കും. ഉത്തരവില്ലാത്തതുകൊണ്ടാണ് അനിൽകുമാർ, ഞാൻ പടയ്ക്കുന്ന ആളാവും. ഉത്തരവില്ലാത്തതുകൊണ്ടാണ് ശ്രീകുമാർ. പക്ഷേ താങ്കൾക്ക് സർക്കാർ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ വളരെ മര്യാദയുടെ ഭാഷ നന്നായി പറയാൻ അറിയാം. അതെ അതെ, വീണ്ടും ഞാൻ പറയുന്നത്, നിങ്ങൾ ഇപ്പൊ പഠിച്ചതെന്തിനാ? എന്റെ മറുപടി തടസ്സപ്പെടുത്തി നിങ്ങൾ പഠിച്ചതെന്തിനാ? അല്ലല്ല, താങ്കൾ ഈ ചോദ്യത്തിൽ നിന്ന് ഒഴിവായി കഥാപ്രസംഗം നടത്തിയപ്പോൾ ഞാൻ മിണ്ടിയില്ല. താങ്കൾ ഈ ചോദ്യത്തിൽ നിന്ന് ഒഴിവായി എവിടെയോ പോയപ്പോഴാണ്. താങ്കൾ എന്റെ ചോദ്യത്തിൽ നിന്ന് ഒഴിവായി താങ്കൾ കാട് കയറി ഏതോ വഴിക്ക് പോകുമ്പോഴാണ് എന്നെ വായിൽ തോന്നിയത് പറഞ്ഞിട്ട് താങ്കൾ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിവായി ഏതോ വഴിക്ക് പോയപ്പോൾ പിടിച്ചു നിർത്തുന്നതാണ് ഞാൻ. താങ്കൾ എന്നെ ഭർത്തിച്ചോളൂ, വ്യക്തിപരമായി ആക്രമിച്ചോളൂ, പക്ഷേ ചോദ്യത്തിന് മറുപടി വേണ്ടേ സാർ? മദ്യനയ റിന്യൂവലിന് മീറ്റിംഗിൽ വിളിച്ചിട്ട് അതില്ല എന്ന് താങ്കൾ ഇപ്പോൾ പറയുന്നു, അതില്ല എന്ന് മന്ത്രി പറയുന്നു. എന്തുകൊണ്ടാണ്? നിങ്ങളല്ല, നിങ്ങളുടെ മേലെയുള്ള ആൾ വിചാരിച്ചാലും അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റൂല. കാരണം എന്താണെന്നറിയോ? അങ്ങനെക്ക് മറുപടി ഇല്ല, അതുകൊണ്ടാണ് നിൽക്കാൻ സൗകര്യപ്പെടില്ല എന്ന് പറയുന്നൊരു കൂട്ടരാ ഞങ്ങൾ. അങ്ങനെക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ അജണ്ടയുണ്ട്. ഞാൻ പറയട്ടെ, ഇനി എന്റെ ഈ വർത്തമാനത്തിൽ ഇടപെടരുത്. എന്റെ വർത്തമാനത്തിൽ ഇടപെട്ടാൽ നമ്മുടെ ഈ പരിപാടി നടക്കില്ല. ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ 2 കള്ളം പറഞ്ഞു. ആ 2 കള്ളം ഞാൻ ആവർത്തിക്കുന്നു. മൂന്നാമത്തെ കാര്യം ഞാൻ വീണ്ടും പറയുന്നു. നിങ്ങൾ കാണിക്കുന്ന പശക്ക് എന്താണ്? ഇങ്ങനെ മാനം മര്യാദയായി കേരളത്തിനകത്ത് 8 കൊല്ലമായി ഒരു സർക്കാർ പ്രവർത്തിക്കുന്നു. അതിലെ മന്ത്രിമാരൊരു കടിഞ്ചായ ഇവരോട് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്ന് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും സാക്ഷ്യം പറയുന്നു. അങ്ങനെ സാക്ഷ്യം പറയുകയും അന്തസ്സായി പ്രവർത്തിക്കുകയും ഖജനാവിൽ പണം വരുത്താൻ വേണ്ടി നടപടി സ്വീകരിക്കുകയും കുറ്റവാളികളെ സസ്പെൻഡ് ചെയ്യുകയും അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തൊരു സർക്കാർ
ഏതോ ഒരു ടൂറിസം ഡയറക്ടർ വിളിച്ച ഒരൊറ്റ യോഗം കൊണ്ട് കളങ്കതമാകുമോ? സാർ, ഏതോ ഒരു ടൂറിസം ഡയറക്ടർ അല്ല, സർക്കാർ ടൂറിസം ഡയറക്ടറാണ്. ഇത് തമിഴ്നാട് സർക്കാർ ടൂറിസം ഡയറക്ടർ അല്ല. ഞാൻ പറയട്ടെ സാർ, ഇടപെടരുത്. ഇത് തമിഴ്നാട് സർക്കാർ ടൂറിസം ഡയറക്ടർ അല്ല, കേരളത്തിന്റെ ടൂറിസം ഡയറക്ടറാണ്. പണി നടക്കുകയല്ല കേട്ടോ. കേരളത്തിലെ ടൂറിസം സെക്രട്ടറി, ഈ ടൂറിസം ഡയറക്ടർ എന്ന് പറഞ്ഞ ഉടനെ കേരളത്തിന്റെ അന്ന് അറിയാൻ മേലാത്ത ഒരാളാണോ ഞാൻ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്? ഈ കാശ്മീർ എന്നാ പണിയാ നടത്തുന്നത് ഇവിടെ? നിങ്ങൾ വിഡ്ഢികളാക്കണം ആളുകളെ, നിങ്ങൾ വിഡ്ഢികളാക്കരുത് ആളുകളെ. ഞാൻ എന്റെ ചോദ്യം വളരെ ലഘുവാണ്. ഇവരൊക്കെ തന്നെ ഒരു ദിവസം കൊണ്ട് അങ്ങനെ കളങ്കതരാകുക. നിങ്ങൾ പറയുന്നത് ഞാൻ പറയട്ടെ, ഇടയ്ക്ക് പറയരുത്. ഇടയ്ക്ക് പറയുകയാണ് ഞാൻ ഈ ചർച്ചയ്ക്കില്ല, ഞാൻ അവസാനിപ്പിക്കും. നിങ്ങൾ സംസാരിക്കാൻ അനുവദിക്കില്ല, അത് തെറ്റായ കാര്യമാണ്. നിങ്ങൾ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾ പറ. എനിക്ക് പറയാനില്ല, ഞാൻ അവസാനിപ്പിച്ചു. നിങ്ങൾ എന്ത് വേണം ചെയ്യും, സംസാരിക്കാൻ അനുവദിക്കത്തില്ല. താങ്കൾ സംസാരിച്ചോളൂ. അംഗീകരിക്കാൻ തയ്യാറല്ല. അല്ല, താങ്കൾ സംസാരിച്ചോളൂ. ഇൻട്രോയ്ക്ക് ഞാൻ മറുപടി പറയണ്ടേ? ഞാൻ മറുപടി പറയാം. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഞങ്ങളുടെ മറുപടി ഞാൻ പറയുന്ന കാര്യത്തിന് എല്ലാത്തിനും മറുപടി പറയാം. നിങ്ങൾ എന്തിനാ തടസ്സപ്പെടുത്തിയത്? നിങ്ങൾ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്, ഞാൻ മറുപടി അവസാനിപ്പിക്കാം. കൃത്യമായിട്ട് പറയുന്നു. സാർ, ചോദ്യത്തിന് താങ്കൾക്ക് ഉത്തരമില്ല, അതുകൊണ്ടാണ് താങ്കൾ മറ്റു വഴിയിലേക്ക് പോകുന്നത്. ഞാൻ പറയുന്നു, അതിപ്പോ താങ്കൾ എഴുതിട്ട് പോകുന്നു പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനില്ല. പറയട്ടെ സാർ, ഞാൻ എഴുന്നേറ്റ് പോകാൻ വന്ന ആളല്ലല്ലോ. നിങ്ങൾ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ധൈര്യത്തോടെ വരുന്നത് എന്തിനാ? നിങ്ങൾ ഈ പണി കാണിക്കരുത്. ഞാൻ ഈ പറയുന്ന കാര്യം കേരളം കേൾക്കട്ടെ. നിങ്ങൾ പറയണ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായ വിദണ്ഡവാദം മാത്രം കേട്ടാൽ മതിയോ? ഞാൻ പറയണ വിശദീകരണം കേൾക്കാൻ തയ്യാറാകുക. ഇടയ്ക്ക് പറയാതെ മനുഷ്യരോട് ഞങ്ങൾ പറയുന്നു. ഞാൻ ഒരിക്കൽ കൂടി അങ്ങ് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ പ്രഥമമായ ചോദ്യം എന്തിനാണ് കേരളത്തിന്റെ ടൂറിസം സെക്രട്ടറി ഇത്തരത്തിൽ എക്സൈസ് വകുപ്പ് എടുക്കേണ്ട ഒരു പണി അവർ യോഗം വിളിച്ച് മദ്യനയത്തെക്കുറിച്ച് ചർച്ച നടത്തിയതും ആ ചർച്ചയെക്കുറിച്ച് മന്ത്രിമാർ മറച്ചു വെച്ചതും എന്തിനാണ് എന്ന് എന്റെ ചോദ്യത്തിന് അങ്ങ് മറുപടി പറഞ്ഞിട്ടില്ല. അങ്ങ് ആ ചോദ്യത്തിനുള്ള മറുപടിയിൽ എന്നെ വായിൽ തോന്നിയത് പറയാനാണ് അങ്ങ് ചെയ്തത്. ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി അനിൽകുമാർ, അങ്ങ് ഞാൻ ഇടപെടില്ല, അങ്ങ് പറഞ്ഞോളൂ. ഞാൻ അങ്ങേ തിരിച്ചു ഓർമ്മിപ്പിക്കുകയാണ്. ടൂറിസം ഡയറക്ടർ യോഗം നടത്തിയിട്ടില്ല എന്നും പറഞ്ഞൊരു മന്ത്രിയുടെ പേര് പറയൂ. ഇനി നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ടൂറിസം ഡയറക്ടർ ഇങ്ങനൊരു യോഗം നടത്തിയിട്ടേ ഇല്ല എന്ന് ഏതെങ്കിലും മന്ത്രി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, ഇപ്പൊ പറയൂ, ഇപ്പൊ കാണിക്കൂ. വെല്ലുവിളിക്കുന്നു, ഹാഷ്മിയെ വെല്ലുവിളിക്കുന്നു. ടൂറിസം ഡയറക്ടർ ഇങ്ങനൊരു യോഗം നടത്തിയിട്ടില്ല എന്ന് ഏതെങ്കിലും മന്ത്രി പറഞ്ഞോ? ഹാഷ്മിയെ ഞാൻ വെല്ലുവിളിക്കുന്നു, ഞാൻ നിർത്തി. നിങ്ങൾ ഉത്തരം പറഞ്ഞു. താങ്കൾ പറഞ്ഞു കഴിഞ്ഞോ? പറഞ്ഞു പൂർത്തിയായോ? ടൂറിസം ഡയറക്ടർ ഇങ്ങനെ യോഗം നടത്തിയിട്ടില്ലെന്ന് ഒരു മന്ത്രിയും പറഞ്ഞിട്ടില്ല. സർക്കാരുമായി ബന്ധപ്പെട്ട മദ്യനയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മദ്യനയത്തിൽ പ്രാഥമികമായി ഒരൊറ്റ ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് മന്ത്രി എം പി രാജേഷാണ്. മന്ത്രി ടൂറിസം മന്ത്രിയാണ്, എക്സൈസ് മന്ത്രിയാണ്, പാർട്ടി സെക്രട്ടറിയുമാണ്. അപ്പൊ ഈ ടൂറിസം സെക്രട്ടറി വിളിച്ച യോഗം പ്രാഥമിക ചർച്ച അല്ലേ? ഒരു കാര്യം ദയവായി വെല്ലുവിളിക്കുന്നു. എന്ത് വെല്ലുവിളി? അല്ല, അതാണ് ഞങ്ങളുടെ മറുപടി. അതാണ് മറുപടി. ആ മറുപടി കേൾക്കണം. മറുപടി ഇനി ഞാൻ പറയാൻ പോവാണ്, ഞാൻ അവസാനിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ മറുപടി. ഒന്ന്, അന്തസ്സായി 8 കൊല്ലക്കാലം കേരളത്തിന്റെ എക്സൈസ് നയം അന്തസ്സായി നടപ്പാക്കിയിട്ടുണ്ട്. അത് UDF സർക്കാരിനേക്കാൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഖജനാവിൽ പണം വരുന്ന വിധമാണ് നടപ്പാക്കിയത്. ഒരു തരത്തിലുള്ള ബാർ ഹോട്ടൽ ഉടമകളുടെയും കീഴിലല്ല സർക്കാർ പ്രവർത്തിക്കുന്നത്. അവരിൽ നിന്നും ഈ സർക്കാർ ഒരു തരത്തിലും പണപ്പിരിവ് നടത്തുകയും അവർക്ക് ആക്ഷേപമില്ല. ഇവിടെ ഉയർന്നു വന്ന പ്രശ്നം എന്താണ്? പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? അനിമോൻ എന്ന് പറഞ്ഞ ഒരാള് തൊടുപുഴയില് മന്ത്രി PJ ജോസഫുമായി ബന്ധപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട KM മാണിയുമായി ബന്ധപ്പെട്ടൊരു മൊഴി മുമ്പ് കൊടുത്തിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞ മൊഴി? 5 കോടി രൂപയുമായി KM മാണിയുടെ വീട്ടിൽ ചെന്നു. ബാർക്കോടയിലെ അഴിമതി ആരോപണം 1 കോടിയാണ്. ശരി, നമുക്ക് അതിലേക്ക് വിശദമായി എത്താം. KM മാണിയുടെ വീട്ടിൽ ചെന്നു. ഞാൻ ഇടപെട്ടെങ്കിൽ നമ്മൾ 15 മിനിറ്റ് ഞാൻ അങ്ങനെയൊക്കെ എത്താം. നമുക്ക് വിശദമായി എത്താന്നേ. നമുക്ക് 8:15 നമ്മൾ തർക്കിച്ചു കുറെ നേരം, എങ്കിൽ കൂടി 8:15 അടുത്ത ആളിനെ പോയി ഞാൻ എത്താം, വിശദമായി എത്താം. പറയട്ടെ സാർ, നിങ്ങൾ മറുപടി, നിങ്ങളല്ലേ ഇതിന് കൂടുതൽ സംസാരിച്ചു. അവസാനിപ്പിക്കുന്നു. ഞാൻ അവസാനിപ്പിച്ചു. അല്ല, താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കും. നിങ്ങളുമായിട്ട് ചർച്ചയ്ക്ക് ഇരിക്കാൻ പറ്റൂല സാർ. 8:15 നിങ്ങളുമായിട്ട് ചർച്ച പറ്റൂല. നമ്മൾ തമ്മിൽ തർക്കിച്ചു, എങ്കിൽ കൂടി താങ്കളും സംസാരിച്ചു, ഞാനും സംസാരിച്ചു. 8:15 ഞങ്ങൾ പറയാൻ കാരണം എന്താണ്? നിങ്ങൾ സംസാരിക്കാൻ അനുവദിച്ചിട്ടില്ല. മാന്യതയില്ലാതെ നിങ്ങൾ പെരുമാറിയത്. ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗം പറയാനല്ലേ ഞാൻ വന്നിരിക്കുന്നത്. അങ്ങ് പറഞ്ഞു. നിങ്ങളുടെ കീഴെ എന്തെങ്കിലും തരത്തിൽ ഉത്തരം പറയാനല്ല. എന്റെ പാർട്ടിയുടെ മറുപടി പറയുന്നത്. ആ പാർട്ടി അങ്ങോട്ട് കേൾക്കണം. മറുപടി പറയാം. ഒന്നാമത്തെ മറുപടി, ഞാൻ പറഞ്ഞു 8 കൊല്ലമായി അന്തസ്സായി പ്രവർത്തിക്കുന്നു. ബാർ ഹോട്ടൽ ഉടമകൾ കേരളത്തിൽ പറഞ്ഞു ഒരു കടിഞ്ചായയുടെ ചെലവ് ഞങ്ങൾക്കുണ്ടായിട്ടില്ല. PK ഗുരുദാസന്റെ കാലത്ത്, TP രാമകൃഷ്ണന്റെ കാലത്ത്, ഇപ്പൊ ഗോവിന്ദൻ മാഷയുടെ കാലത്ത്, ഇപ്പതാ MP രാജേഷിന്റെ കാലത്ത്. ഞങ്ങളുടെ ആർജവും അതാണ്. പിന്നെ എവിടെയാ നിങ്ങൾ പറയുന്ന പെശക്? ടൂറിസം ഡയറക്ടറുടെ യോഗം വിളിച്ചു. എന്താണ് ഞങ്ങളുടെ മറുപടി?
ആ മറുപടി കേൾക്കാൻ നിങ്ങൾ ഇഷ്ടമല്ല. എന്താ മറുപടി? ഹൗസ് ബോട്ട് ഓണർമാരെ വിളിക്കുന്ന മദ്യനയം ചർച്ച ചെയ്യാനാണോ? അല്ല ഈ പറയുന്ന കേരള ട്രാവൽ മാർട്ടുകാരെ വിളിക്കുന്ന മദ്യനയം ചർച്ച ചെയ്യാനാണോ? ഞങ്ങൾ കേരളത്തോട് പറയുന്നു 25 സംഘടനകളുടെ യോഗം ഓൺലൈനായിട്ട് വിളിക്കുന്നു. ഒരു രഹസ്യ യോഗമാണെങ്കിൽ റെക്കോർഡ് ചെയ്ത് യോഗം വിളിക്കുമോ? ഒരു രഹസ്യ യോഗമാണെങ്കിൽ മന്ത്രിമാർ പങ്കെടുക്കാത്ത യോഗമാണോ നടത്തുക? ഇവിടെ യോഗം നടത്തുന്നത് ഔദ്യോഗികമാണ്. എന്തിനാ ഔദ്യോഗികം? വിവിധ സംഘടനകൾ ടൂറിസം വകുപ്പിന് കൊടുത്ത പരാതി ചർച്ച ചെയ്യാൻ യോഗം വിളിക്കുന്നു. അതിന് നോട്ടീസ് അയച്ചയാൾ ഈ കാര്യം ഉൾപ്പെടുത്തി എന്നുള്ള വസ്തുതയാണ്. ഇവിടെ ആർക്കാ തർക്കം? ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണോ തീരുമാനിക്കുന്നത്? അതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം ഞാൻ പറയട്ടെ. പറഞ്ഞില്ല, അത് പറഞ്ഞില്ലെന്ന്. നിങ്ങൾ അതിന് കള്ളം പറഞ്ഞു. ഞങ്ങളുടെ മന്ത്രിമാരെ നിങ്ങൾ കള്ളന്മാരാക്കി. നിങ്ങൾ ഞങ്ങളുടെ മന്ത്രിമാർ കള്ളം പറഞ്ഞു. അവർ പറയാത്ത കാര്യം പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു ടൂറിസം ഡയറക്ടർ യോഗം വിളിച്ചിട്ടില്ലെന്ന് ഏതെങ്കിലും മന്ത്രി പറഞ്ഞോ? അവര് പറയാത്ത കാര്യം പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഏതെങ്കിലും മന്ത്രി പറഞ്ഞോ? അവര് പറയാത്ത കാര്യം പറഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത്. അജണ്ട ഇതാണ്. പറയട്ടെ സാർ, ഇവിടെ യോഗം ചേർന്നിട്ട് അക്കാര്യം കേരളത്തോട് മറച്ചുവെച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അത് പ്രതിപക്ഷം അതിന്റെ പുറത്തേക്ക് കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഈ കാര്യങ്ങൾ പുറത്തേക്ക് അറിയുന്നതെന്നാണ് തന്നെയാണ് പറഞ്ഞത്. സാർ, മന്ത്രിമാർ മറച്ചു വെച്ചു. മന്ത്രിമാർ കേരളത്തോട് കള്ളം പറഞ്ഞു. ശ്രീ അനിൽകുമാർ വിഡ്ഢിത്തരം പറയരുത്. ഞാൻ ഒരു കാര്യം പറയാം. അങ്ങ് വിഡ്ഢിത്തരമെന്നോ പച്ചക്കള്ളമെന്നോ അങ്ങ് മൂർച്ചയുള്ള ഏതൊക്കെ വാക്ക് ഉപയോഗിച്ചാലും മന്ത്രിമാർ കള്ളം പറഞ്ഞത് കള്ളമാണ്. ശ്രീ അനിൽകുമാർ അല്ലേ? നിങ്ങൾ പച്ചക്കള്ള പറയുന്നത്. എന്റെ ചോദ്യം, 2 കള്ളം നിങ്ങൾ പറഞ്ഞു. ഒന്ന്, ഓൺലൈനായി നടക്കുന്ന ഒരു യോഗം രഹസ്യ യോഗമാണോ? ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ആർക്കും റെക്കോർഡ് ചെയ്യാവുന്ന ഒരു യോഗം, ഈ പങ്കെടുത്ത മുഴുവൻ പേർ റെക്കോർഡ് ചെയ്യുന്ന ഒരു യോഗം രഹസ്യ യോഗമാണോ? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഇങ്ങനൊരു യോഗം നടന്നില്ല എന്ന് ഏതെങ്കിലും മന്ത്രി പറഞ്ഞോ? മന്ത്രിമാർ പറഞ്ഞത് സർക്കാർ ആലോചന നടത്തിയിട്ടില്ല. സർക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാർ എന്ന് പറഞ്ഞാൽ ടൂറിസം ഡയറക്ടർ അല്ല. അത് പച്ച മലയാളത്തിൽ ആദ്യം മനസ്സിലാക്കണം. ഹാഷ്മി വിചാരിക്കുന്നത് ടൂറിസം ഡയറക്ടർ സർക്കാർ എന്നാ. സർക്കാർ എന്ന് പറഞ്ഞാൽ ടൂറിസം ഡയറക്ടർ അല്ല. സർ, സർക്കാർ അറിയാതെ ടൂറിസം മന്ത്രി അറിയാതെ ടൂറിസം ഡയറക്ടർ യോഗം വിളിച്ചെങ്കിൽ ടൂറിസം മന്ത്രി വേറെ പണിക്ക് പോകണം. ശ്രീ അനിൽകുമാർ, സർക്കാർ അറിയാതെ ടൂറിസം മന്ത്രി അറിയാതെ ടൂറിസം ഡയറക്ടർ ഇത്രയും സംഘടനകളുടെ യോഗം വിളിച്ചെങ്കിൽ ഒന്നുകിൽ ആ സെക്രട്ടറിയെ പുറത്താക്കണം, ഇല്ലെങ്കിൽ ടൂറിസം മന്ത്രി വേറെ പണിക്ക് പോകണം. ശ്രീ അനിൽകുമാർ, അത് ടൂറിസം വകുപ്പിന്റെ കഴിവുകേടാണ്. ഇത്ര വലിയൊരു യോഗം സർക്കാർ അറിയാതെ, വകുപ്പ് അറിയാതെ, മന്ത്രി അറിയാതെ ഡയറക്ടർ വിളിക്കാൻ അയാൾക്ക് അധികാരം കൊടുത്ത ആരാണ്? ഒരധികാരം ആവശ്യമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ടൂറിസം ഡയറക്ടറുടെ പണി എന്താ? ഇവിടുത്തെ 25 സംഘടനകളും എല്ലാ ദിവസവും മന്ത്രി ചർച്ച ചെയ്യുന്നതാണോ നിങ്ങളുടെ വിചാരം? നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് സർക്കാരിന്റെ പ്രവർത്തനത്തെ കുറിച്ച്? ടൂറിസം ഡയറക്ടറെ ടൂറിസം പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ആളുകളുടെ യോഗം ചേരും. അദ്ദേഹത്തിന് കൊടുത്ത പരാതികൾ കേൾക്കും. ടൂറിസം ദയവായി കേൾക്കും സാർ. ഈ ടൂറിസം സെക്രട്ടറി സർക്കാരെല്ലാം താങ്കൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു അല്ലല്ല മന്ത്രി വേറെ പണിക്ക് പോകണമെന്ന് പറഞ്ഞു. ഏത് പണിക്ക്? ഞാൻ പറയുന്നത് ടൂറിസം വകുപ്പ് മന്ത്രി അറിയാതെ ഇത്ര വലിയ യോഗം വിളിച്ചുവെങ്കിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് യോഗ്യനാണോ? ടൂറിസം മന്ത്രി അറിയണ്ട. ടൂറിസം മന്ത്രി അറിയണ്ട. ഇതിന് കാരണം എന്താണ്? ആ മേഖലയിലുള്ള വിഷയങ്ങൾ നിവേദനമായി ടൂറിസം ഡയറക്ടർക്ക് കിട്ടിയാൽ ഡയറക്ടർ എന്താ ചെയ്യേണ്ടത്? പ്രാഥമിക യോഗം ടൂറിസം ഡയറക്ടറെ വിളിക്കുന്നത്. ആ യോഗം വിളിച്ചു കൂട്ടിയുണ്ടാകുന്ന അഭിപ്രായങ്ങൾ ഗവൺമെന്റിലേക്ക് അറിയിക്കണം. എന്ത് വേണം? ടൂറിസം ഡയറക്ടർ ടൂറിസം വകുപ്പ് സെക്രട്ടറി അറിയിക്കും. ടൂറിസം വകുപ്പ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി അറിയിക്കും. പ്രാഥമിക യോഗം വിളിച്ചു ചേർക്കും. അങ്ങനെ ഒരു പ്രാഥമിക യോഗം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു പ്രാഥമിക ചർച്ച ഉണ്ടായിട്ടില്ല എന്നാണ് മന്ത്രി എം പി രാജേഷ് ടൂറിസം മന്ത്രി പറഞ്ഞത്. അത് കേരളത്തോട് മറച്ചു വെച്ചാണ് ഞാൻ പറഞ്ഞത്. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്തും. ഇപ്പൊ 8:17 ഞാൻ അങ്ങനെയൊക്കെ എത്തും. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ മറ്റു എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തു. 10-15 സംഘടനകൾ ആ യോഗത്തിൽ പങ്കെടുത്തു. പക്ഷേ ആ യോഗത്തിന്റെ സബ്ജക്ട് എന്താണ്? എക്സൈസ് പോളിസി റിന്യൂവൽ. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറയും, ഞാൻ സാമാന്യ മര്യാദ ഇല്ലാത്ത ആളാണ്, എനിക്ക് മറ്റു രോഗമാണ്, കള്ളമാണ് പറയുന്നതെന്ന് പറയും. അങ്ങനെ പറയാൻ കഴിയൂ. കാര്യം നേർക്കുന്നതിന് മറുപടി പറയാൻ എങ്ങനെ പറ്റും? ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നിങ്ങൾ ഈ യോഗത്തിന്റെ മിനിറ്റ്സ് പുറത്തുവിട്ട് സർക്കാർ ഉണ്ടാക്കി വെച്ച പുകര് ചില്ലറയാണോ ശ്രീ ജ്യോതികുമാർ ചാമക്കാല? ഹാഷ്മിയോട് ഇപ്പൊ മറുപടി പറഞ്ഞ നേർക്കുന്നവരല്ലേ? അല്ലല്ല, അവിടെ തെറ്റ്. ഇല്ല അനിൽകുമാർ, ഇല്ല ചർച്ചയാണ്, അങ്ങ് മാത്രം സംസാരിച്ചിരിക്കുന്നത്. താങ്കൾ ഈ ചർച്ചയിൽ എന്നോട് ഉപയോഗിച്ച പദാവലികൾ പറയുകയായിരുന്നു. ഞാൻ ഒരു വളരെ സിമ്പിളായ ചോദ്യത്തിന് താങ്കൾ ശ്യാൽകുമാർ ശരി, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു വാക്കുകൂടി, അന്തസ്സില്ലായ്മ. ശ്യാൽകുമാർ വളരെ ഒരു സർക്കാരിന്റെ പ്രധാനപ്പെട്ട വകുപ്പ് വിളിച്ചൊരു പ്രധാനപ്പെട്ട യോഗത്തെക്കുറിച്ച് ഒരു ചോദ്യത്തിന് താങ്കൾ എന്നെ പറ്റി വ്യക്തിപരമായി പറഞ്ഞ വാക്കുകളുടെ പദാവലി ഞാൻ പറയുകയായിരുന്നു. ശ്യാൽകുമാർ, മിസ്റ്റർ അനിൽകുമാർ, താങ്കൾ എന്നെ പറ്റി പറഞ്ഞ വൃത്തികേടുകളുടെ പരമ്പര ഞാൻ പറയുകയായിരുന്നു. മിസ്റ്റർ ഹാഷ്മി,
താങ്കൾ ഒരു CPM മുതിർന്ന നേതാവാണെന്ന ധാരണയില്ല. താങ്കൾ പറഞ്ഞ വാക്കുകളുടെ വിടുവായത്തം ഞാൻ പറയുകയെന്ന് ശ്രീ അനിൽകുമാർ. ഒരു ചോദ്യത്തിന്, ഒരൊറ്റ ചോദ്യത്തിന് നിങ്ങൾ അന്തസ്സില്ലാത്ത വർത്താനെന്ന് പറയും. താങ്കൾ പറയും, എനിക്കറിയാം. കള്ളം പറഞ്ഞു, പാർട്ടി സെക്രട്ടറി കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്തസ്സില്ലാത്തവനാണെന്ന് ഞാൻ പറയും. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല. സെക്രട്ടറി അന്തസ്സില്ലാത്തവനെ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്തസ്സില്ലാത്തവനാണെന്ന് ഞാൻ പറയും. താങ്കൾ പറഞ്ഞോളൂ, ജ്യോതികുമാർ മറുപടി പറയട്ടെ. ഇപ്പൊ കാണിച്ചെന്താ നേർക്ക് നേർ വർത്താനം പറയാൻ തന്റെ ഇടമില്ലാതെ ഞാൻ വേറെ വഴിക്ക് പോയെന്നത്? ഒരു വഴിക്കും പോയില്ലാന്ന്, ഒരു വഴിക്കും പോയില്ല. ഞാൻ ചാമക്കാല ചോദിക്കട്ടെ, ചാമക്കാല മറുപടി പറയട്ടെ. ചാമക്കാല മറുപടി പറയട്ടെ. ശ്യാൽകുമാർ, ഇതൊരു ചർച്ചയാണ്. അങ്ങ് അലമ്പാക്കല്ലേ സർ, പ്ലീസ്. ഞാൻ ഒരു വിധിയും വിധിച്ചില്ല. ഞാനൊരു വിധിയും വിധിച്ച അലമ്പാക്കല്ലേ സർ, പ്ലീസ്. അലമ്പാക്കരുത് പ്ലീസ്. ചർച്ച അലമ്പാക്കരുത് ശ്യാൽകുമാർ, പ്ലീസ്. നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ്? ചർച്ച അലമ്പാക്കരുത് പ്ലീസ്. താങ്കളുടെ അവസരത്തിൽ മറുപടി പറയൂ. താങ്കളുടെ അവസരം മറുപടി പറയൂ. ശരി, ശ്രീ ജ്യോതി, നിങ്ങൾ ചർച്ച അലമ്പാക്കുകയാണ്. നിങ്ങൾ ചർച്ച അലമ്പാക്കുകയാണ്. താങ്കൾ പറഞ്ഞു, പാർട്ടി സെക്രട്ടറി കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞു, മന്ത്രിമാർ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞു, നിങ്ങൾ തെറ്റായ കാര്യങ്ങളോട് പറഞ്ഞു. ഞാനത് ചോദ്യം ചെയ്തപ്പോൾ നിങ്ങൾ ഇപ്പൊ ചാമക്കാരോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? നേർക്ക് നേർ പറയാൻ ധൈര്യമില്ല, ഞാൻ വേറെ വഴിക്ക് പോവാണ്. ഒരു അങ്ങനെയൊന്നും പറഞ്ഞില്ല. താങ്കൾ അന്തസ്സില്ലാത്ത പണിയാണ്. നമ്മൾ നേർക്ക് നേരാ നിൽക്കുന്നത്. താങ്കൾ വേറെന്തോ ഹാലൂസിനേഷൻ കേൾക്കണം. ഞാൻ അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. താങ്കൾ വേറെന്തോ കേൾക്കുകയാണ് ശ്യാൽകുമാർ. എന്റെ ഒരൊറ്റ ചോദ്യം, എന്തിനാണ് ടൂറിസം സെക്രട്ടറി എക്സൈസ് റിന്യൂവൽ എന്ന സബ്ജക്ട് വെച്ചത് എന്നൊരൊറ്റ ചോദ്യത്തിന് താങ്കളുടെ മറുപടി ഇല്ലായ്മയിൽ നിന്നാണ് താങ്കളുടെ വായിൽ നിന്ന് അത്രത്തോളം തെറിവാക്കൾ എന്നെ പറ്റി വന്നത് ശ്യാൽകുമാർ. അത്രത്തോളം വാക്കുകൾ എന്റെ വായിൽ നിന്ന് എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ ഒറ്റ ചോദ്യം താങ്കൾ മറുപടി ഇല്ലാത്തതുകൊണ്ടാണ്. ശരി, ഓക്കെ. എപ്പോഴാണ് പറഞ്ഞത്? ഏറ്റവും ഒടുവിൽ. എപ്പോഴാണ് പറഞ്ഞത്? ഏറ്റവും ഒടുവിൽ. ചാമക്കാല മറുപടി. ശരി, ശരി, ഓക്കെ. മനസ്സിലായി, 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 മനസ്സിലായി. ശരി, ചാമക്കാല ടൂറിസം വകുപ്പിന് മറുപടി പറയാൻ വിടാതെ നിങ്ങൾ അതും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? ശ്രീ ചാമക്കാല, മറുപടി പറയാൻ വിടാതെ ചാമക്കാല പറയുന്നത് കേൾക്കാൻ താങ്കൾ കഴിയാത്തതുകൊണ്ടാണോ താങ്കൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ശ്രീകുമാർ, ഇത് പാർട്ടി സെക്രട്ടറി അവമാനിച്ചിട്ട് ഞാൻ വെറുതെ ഇരിക്കണം. ശരി, ഒരു അപമാനിച്ചിട്ടില്ല, ഒരു അപമാനവും ഉണ്ടായിട്ടില്ല, ഒരു അപമാനവും ഇല്ല സാർ, ഒരു അപമാനിച്ചിട്ടില്ല. ശരി, ഓക്കെ. ശ്രീ ചാമക്കാല അപമാനിക്കല്ലേ? പാർട്ടി സെക്രട്ടറി കള്ളം പറഞ്ഞു, നിങ്ങൾക്ക് പച്ചക്കള്ളം പറഞ്ഞില്ല. ശ്രീ ചാമക്കാല, നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞില്ലേ? ശരി, ശ്രീ ചാമക്കാല, പാർട്ടി സെക്രട്ടറി എന്ത് കള്ള പറഞ്ഞത്? അങ്ങ് നടങ്ങ് സാർ, പ്ലീസ്. സെക്രട്ടറി എന്ത് കള്ള പറഞ്ഞത്? സാർ, അങ്ങ് നടങ്ങ് പ്ലീസ്. യോഗം വിളിച്ചില്ല, CPM സെക്രട്ടറി പറഞ്ഞു. സാർ, അങ്ങ് നടങ്ങ് സാർ, പ്ലീസ്. ഒരു ചർച്ച പറഞ്ഞേ, ടൂറിസം സെക്രട്ടറി യോഗം വിളിച്ചില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞോ? പ്രാഥമിക ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു. പ്രാഥമിക ചർച്ചകൾ പോലും നടന്നിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു. മന്ത്രിമാരെ കുറിച്ച് കള്ളം പറയാം. പ്രാഥമിക ചർച്ചകൾ പോലും നടന്നിട്ടില്ല എന്ന് മന്ത്രിമാർ പറഞ്ഞു, പാർട്ടി സെക്രട്ടറി പറഞ്ഞു. അത് അവാസ്തവമാണ്. കേരളത്തോട് സത്യം മറച്ചു വെക്കലാണ്. അത് കള്ളമാണ്. അനിൽകുമാർ, പാർട്ടി സെക്രട്ടറി പറഞ്ഞു ടൂറിസം സെക്രട്ടറി ചർച്ച ചെയ്യില്ലെന്ന് പറഞ്ഞ. ശ്രീ ചാമക്കാല, ടൂറിസം സെക്രട്ടറി ചർച്ച ചെയ്തിട്ടില്ല എന്ന് മന്ത്രി പറഞ്ഞ. ടൂറിസം സെക്രട്ടറി ചർച്ച ചെയ്യില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു. സാർ, അങ്ങ് മുട്ടുന്യായങ്ങൾ പറയല്ലേ പ്ലീസ്. നിങ്ങളല്ലേ അങ്ങ് മുട്ടുന്യായങ്ങൾ പറയല്ലേ? അങ്ങ് മുട്ടുന്യായങ്ങൾ പറഞ്ഞ അപഹാസ്യനാവല്ലേ അനിൽകുമാർ? അങ്ങ് പ്ലീസ്, അങ്ങനെ അല്പസമയം അടങ്ങും പ്ലീസ്. അങ്ങനെ അല്പസമയം അടങ്ങും. നിങ്ങളല്ലേ പച്ചക്കള്ളം പറഞ്ഞിട്ട്? ശരി, ശരി, ഓക്കെ. പറഞ്ഞു കഴിഞ്ഞോ? പാർട്ടി സെക്രട്ടറി അവമാനിച്ചിട്ട് ഞാൻ ഇവിടെ ഇരിക്കണം. ശരി, ഓക്കെ. താങ്കൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. പാർട്ടി സെക്രട്ടറി അവമാനിച്ചിട്ട് ഞാൻ ഇവിടെ ഇരിക്കണം. സാർ, താങ്കൾക്ക് താങ്കളുടെ ഒരു മുതിർന്ന പാർട്ടി നേതാവ് എന്ന രീതിയിൽ പറയാൻ കഴിയാത്ത വാക്കുകളൊക്കെ താങ്കൾ ഉപയോഗിച്ചില്ലേ? സെക്രട്ടറി അല്ല ശ്രീ അനിൽകുമാർ, അതിന് താങ്കൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ച് പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി മിണ്ടാതിരുന്നൂടെ അല്പസമയം? ശരി, ശ്രീ ചാമക്കാല, ഒരു വാക്കും പ്രയോഗിച്ചില്ല. ശരി സാർ, ശരി. താങ്കൾ ഈ ചർച്ച കഴിഞ്ഞ് നോക്കണം. താങ്കൾ ഈ ചർച്ച കഴിഞ്ഞ് നോക്കണം. ഒരു ടൂറിസം വകുപ്പിനെ പറ്റി ഒരൊറ്റ ചോദ്യത്തിന് താങ്കൾ ഉപയോഗിച്ച വാക്കുകൾ ഏതൊക്കെയാണെന്ന് അനിൽകുമാർ. കോട്ടെ, വിട്ടേക്ക്. ഓക്കെ, ചാമക്കാല. വിടണ്ട. നിങ്ങളാണ് കളവ് പറഞ്ഞത്. നിങ്ങൾ കളവ് പറഞ്ഞു, നിങ്ങൾ തിരുത്തണം. നിങ്ങൾ കളവ് പറഞ്ഞു, നിങ്ങൾ തിരുത്തണം. വീണ്ടും പറയുന്നത്